കെപിസിസി പുനഃസംഘടനയിൽ നേതാക്കൾ തമ്മിലുള്ള അനൌദ്യോഗിക ചർച്ചകൾ തുടരുകയാണ്. പുനഃസംഘടനാ പട്ടിക ഇന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത്. തർക്കങ്ങൾ തുടരുന്നതിനാൽ ഇന്ന് പ്രഖ്യാപിക്കാനിടയില്ല. അവസാനവട്ട കൂടിക്കാഴ്ചകൾ നടത്തി ഈ ആഴ്ച തന്നെ പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം. മേഘന മുരളിയുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോൾ വിവരങ്ങളുമായി. മേഘന, ഗുഡ് മോർണിംഗ്. ഈ എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇപ്പോഴും ഈ തർക്കം തുടരുന്നത് മേഘന? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. അതിൽ പ്രധാനമായും കെപിസിസി പുനഃസംഘടനാ പട്ടിക അത് ഇന്ന് പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു തീരുമാനം. പക്ഷേ അത് പ്രഖ്യാപിക്കാനാകുന്നില്ല. അതിൽ പ്രധാനമായും ഈ നേതാക്കൾ തമ്മിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ഈ ആശയക്കുഴപ്പമാണ് ഈ പട്ടിക പുറത്തു വരാതിരിക്കാൻ അല്ലെങ്കിൽ പട്ടിക ഇപ്പോഴും പുറത്തു വിടാതിരിക്കാനുള്ള കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിൽ പ്രധാനമായും ഒരു ജംബോ പട്ടികയ്ക്കാണ് ആദ്യം നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ ഹൈക്കമാൻഡ് ഒരു കർശന നിർദ്ദേശം പറഞ്ഞിരിക്കുന്നു. അതായത് ഈ ജംബോ പട്ടികയ്ക്ക് പകരം ആൾക്കാരുടെ എണ്ണം ചുരുക്കണം എന്നുള്ളൊരു കർശന നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ആരെ എവിടെ കുറക്കും എന്നുള്ളൊരു ആലോചനയിലാണ്. അതിൽ പ്രധാനമായും കെപിസിസി പ്രസിഡന്റ് അടക്കമുള്ള വി.ഡി. സതീശനും കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അടക്കമുള്ളവർ ഡൽഹിയിൽ പോയി ചർച്ചകൾ നടത്തിയിരുന്നു, കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ തുടരുന്നത് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകളാണ്. അതിൽ പ്രധാനമായും ഈ ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണത്തിൽ ഒരു കുറവ് വരുത്തുക, അതുപോലെ തന്നെ 20ഓളം സെക്രട്ടറിമാരും അധികം ഉണ്ടാകും ഇപ്പോഴത്തെ പട്ടിക അനുസരിച്ച് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ എണ്ണത്തിൽ ഒരു കുറവ് വരുത്തുക എന്നുള്ളതാണ് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഈ DCC പ്രസിഡന്റുമാരുടെ, അതായത് പുതിയ DCC പ്രസിഡന്റുമാരെ നിയോഗിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇപ്പോൾ വരുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് തൃശ്ശൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെ മാറ്റുക എന്നുള്ളതാണ്. അതിൽ ഇനി ആരെ നിയോഗിക്കും? അതിൽ കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ അത് KPCC പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ K. സുധാകരന്റെയും തട്ടകമാണ്. ഈ കണ്ണൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ DCC പ്രസിഡന്റുമാരുടെ പേര് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ തൃശ്ശൂരിൽ ഇപ്പോൾ ഉള്ള DCC പ്രസിഡന്റ് അടുത്തിടെ നിയമിതനായതാണ്. അതുകൊണ്ട് തന്നെ തൃശ്ശൂർ ഒഴികെയുള്ള ബാക്കി എല്ലാ ജില്ലകളിലെയും DCC പ്രസിഡന്റുമാരെ മാറ്റിയുള്ള ഒരു പട്ടികയായിരിക്കും പുറത്തു വരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതെപ്പോഴുണ്ടാകും? അതിൽ പ്രധാനമായും ഈ ജംബോ പട്ടിക അത് ചുരുക്കുക എന്നുള്ള ഹൈക്കമാൻഡിന്റെ കർശന നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശം പാലിക്കാൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് നേതൃത്വം ഇപ്പോൾ ആലോചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അനൗദ്യോഗികമായിട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ തുടരുന്നത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കെപിസിസി പുനഃസംഘടനാ പട്ടിക ഇനിയും വൈകും എന്നാണ് സൂചന. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.